ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലെത്തിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര്? മൈക്കിൾ കോളിൻസ്. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? സാറ്റേൺ 5. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര്? പ്രശാന്ത സമുദ്രം. മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഇത് ആരുടെ വാക്കുകൾ? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ആരാണ്? നീൽ ആംസ്ട്രോങ്. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? നീൽ ആംസ്ട്രോങ്. ഹലോ, താങ്കളുടെ ഫോൺ വിളിക്കായി ഞാൻ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഇന്ത്യ? ഇങ്ങനെ ചോദിച്ച ഇന്ത്യൻ നേതാവ് ആര്? ഇന്ദിരാഗാന്ധി. മനുഷ്യൻ ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം? പുലർച്ചെ 1:48. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകരാഷ്ട്രത്തലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? വി ഗിരി. അവസാനം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? യൂജിൻ സർനാൻ. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ എത്ര പേർ പോയിട്ടുണ്ട്? 6 തവണകളിലായി 12 അമേരിക്കക്കാർ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ പര്യവേഷണ വാഹനം ഏത്? ലൂണ 1. ചന്ദ്രനിൽ ആദ്യമായി വാഹനമോടിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ഇർവിൻ. ചന്ദ്രൻ്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്? 400 ഇരട്ടി. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം? ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ബെയ്ലി ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര? മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ലെബിനിറ്റ്സ്. ജ്യോതിശാസ്ത്ര പഠനത്തിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആസ്ട്രോസാറ്റ്. ചന്ദ്രനിൽ ഇന്ത്യയുടെ പതാക എത്രാമതായാണ് പറക്കുന്നത്? 4ാമത്. ചന്ദ്രൻ്റെ പേരിലുള്ള ദിവസം ഏത്? തിങ്കൾ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ വലുതാവുന്നതിനെ പറയുന്ന പേര് എന്താണ്? വൃദ്ധി. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിന് പറയുന്ന പേര്? ക്ഷയം.